സഖാക്കൾക്ക് മറുനാടനോട് മുട്ടാനുള്ള പാങ്ങില്ല. ആ ഫ്രസ്ട്രേഷൻ കൂടി ദാവൂദിന്റെ നെഞ്ചത്ത് കയറി തീർക്കാം. സിപിഎമ്മിനെതിരെ നിരന്തരം ആക്രമണം നടത്തുന്ന യൂട്യൂബറാണ് വിദ്വേഷപ്രചാരകൻ മറുനാടൻ സക്കറിയ. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉയർത്തിക്കാണിച്ച് ദയാരഹിതമായ അക്രമമാണ് അയാൾ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കെതിരെയും പലപ്പോഴും നടത്തിയിട്ടുള്ളത്. പക്ഷേ അയാളുടെ ഇടിയെല്ലാം ഭവ്യതയോടെ കുനിഞ്ഞുനിന്ന് നടപ്പുറത്ത് ഏറ്റുവാങ്ങുന്ന സൈബർ സഖാക്കൾ ന്യായവും മാന്യവുമായ രാഷ്ട്രീയ വിമർശനങ്ങളുടെ പേരിൽ ദാവൂദിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് അയാളെ അന്താരാഷ്ട്ര ഭീകരവാദിയാക്കി ഭയപ്പെടുത്തി മീഡിയ വണ്ണിന്റെ വായ മൂടിക്കെട്ടി മൂലക്കിരുത്താനുള്ള സൈബർ വേട്ടയാണ് ഇപ്പോൾ നടക്കുന്നത്. കൈരളി ചാനലിന് പുറമെ മറ്റു മാധ്യമങ്ങളെപ്പോലും കൂട്ടുപിടിച്ചാണ് ഈ ആക്രമണം. മുൻനിരയിൽ അടിമത്തൊമ്മികളായ മാപ്പിള സഖാക്കളെയാണ് വിന്യസിച്ചിരിക്കുന്നത്. മറുനാടനോട് കോർത്താൽ പി.വി. അൻവറിന്റെ ഗതിയാവുമെന്ന് മാപ്പിള സഖാക്കൾക്ക് തന്നെ അറിയാം. പാർട്ടിയും പോലീസുമൊന്നും രക്ഷയ്ക്കുണ്ടാവില്ല. പക്ഷേ ഇവിടെ പേര് ദാവൂദായതുകൊണ്ടുതന്നെ സോഫ്റ്റ് ടാർഗറ്റാണ്. സംഘികൾ സൃഷ്ടിച്ച കടുത്ത മുസ്ലിം വിരുദ്ധയുടെ കലങ്ങിയ വെള്ളത്തിൽ അയാളെ വേട്ടയാടാൻ എളുപ്പമാണ്. മറുനാടൻ സക്കറിയെ തൊട്ടപ്പോൾ കൈ പൊള്ളിയവർക്ക് ദാവൂദ് വേട്ടയിൽ കാര്യങ്ങളെ ഒന്ന് പൊലിപ്പിച്ചുവിടേണ്ട കാര്യമേ ഉള്ളൂ. ബാക്കി കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളും അന്വേഷണ ഏജൻസികളും കേരള പോലീസും എല്ലാവരും കൂടി ആയിക്കോളും എന്നതാണ് പ്രതീക്ഷ. മീഡിയ വണ്ണിന്റെ വായ മൂടിക്കെട്ടണമെന്ന സംഘികളുടെയും സഖാക്കളുടെയും പൊതുലക്ഷ്യം വിജയിപ്പിച്ചെടുക്കാനാണ് ഈ സംയുക്ത ഓപ്പറേഷൻ.